മൃതദേഹത്തിനരികിൽ നിന്ന് ലഭിച്ച വാച്ചിലാണ് ദുരൂഹത. വാച്ച് അലന്റെയോ കൊല്ലപ്പെട്ട പെൺകുട്ടിയുടേതോ അല്ല. മലയാറ്റൂർ കൊലപാതകം CCTV ദൃശ്യങ്ങളിലുള്ളത് ചിത്രപ്രിയയല്ല. പോലീസിന്റെ പല വാദങ്ങളും തെറ്റ്. ആരോപണവുമായി കുടുംബം. പോലീസിന്റെ പല വാദങ്ങളുമാണോ തെറ്റ്, അതോ പോലീസ് പറഞ്ഞു എന്ന് പറഞ്ഞ് മാധ്യമങ്ങൾ നമ്മളെ അറിയിച്ച പല കാര്യങ്ങളുമാണോ തെറ്റ്? എൻ്റെ ഒരു ചോദ്യമാണ് ഇത്. ഇന്നാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടത്. ഈ കഴിഞ്ഞ ദിവസം വരെ മാധ്യമങ്ങൾ ആണ് നമ്മളോട് പറയുന്നത് പോലീസുകാർ അങ്ങനെ പറഞ്ഞു, പോസ്റ്റ്മോർട്ടത്തിൽ ഇങ്ങനെയാണ്, ആ പെൺകുട്ടിക്ക് ആ പയ്യൻ മദ്യം കൊടുത്തതായിട്ട് സംശയമുണ്ട് എന്നൊക്കെ മാധ്യമങ്ങൾ പറയുന്നതാണ് ഞാൻ കേട്ടത്. പോലീസുകാരും പറയുന്നത് ഞാൻ കേട്ടില്ല കേട്ടോ. ചിലപ്പോൾ ഞാൻ കേൾക്കാത്തതായിരിക്കും, ഞാൻ ചിലപ്പോൾ കാണാഞ്ഞതായിരിക്കും. നിങ്ങൾ ആരെങ്കിലും ഒന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ പറയണേ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞ പോയിന്റ് ഞാൻ പിൻവലിക്കും. പക്ഷേ എൻ്റെ സംശയം, ആ പെൺകുട്ടിയെ ഈ അലൻ എന്ന് പറയുന്ന പയ്യൻ 19 വയസ്സുള്ള ചിത്രപ്രിയ എന്ന പെൺകുട്ടിയെ 21 വയസ്സുള്ള അലൻ അവൻ ഒറ്റയ്ക്കാണോ ഇല്ലാതെയാക്കിയത്? കുറച്ചു മുമ്പ് ഞാനൊരു വാർത്തയിലൂടെ ഒരു കാര്യം അറിഞ്ഞു. അതായത് ഈ പെൺകുട്ടി മരിച്ചു കിടന്നിരുന്ന സ്ഥലത്ത് ഒരു വാച്ച്, അവിടുന്ന് ഒരു വാച്ച് കിട്ടി. അത് ആ പെൺകുട്ടിയുടെ അല്ല, ഈ അലൻ്റെ അല്ല. പിന്നെ അത് ആരുടെയാണ്? വേറൊരു കാര്യം നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും. ഈ പെൺകുട്ടി രാത്രി ഇവൻ്റെ കൂടെ പോകുന്നു എന്ന് പറഞ്ഞ് നമ്മളെല്ലാവരും കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട CCTV വിഷ്വൽസ്, അതിലുള്ളത് ആ പെൺകൊച്ചല്ല. ആ പെൺകൊച്ചല്ലാന്ന് ആ പെൺകൊച്ചിൻ്റെ വീട്ടുകാർ തന്നെ പറയുന്നു. പിന്നെ ആ CCTV വിഷ്വൽസിൽ ആ പെൺകുട്ടി ഉണ്ട് എന്ന് പറഞ്ഞിറക്കിയത് ആരാണത്? എന്തിനു വേണ്ടി? എന്തിനാ പയ്യനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു? അല്ലെങ്കിൽ അവൻ്റെ പുറകിലുള്ള ആളുകളെ ആരൊക്കെയോ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന കണക്ക് എനിക്ക് തോന്നി. ഇതിൽ ചില മാധ്യമങ്ങൾക്കും, എല്ലാ മാധ്യമങ്ങൾക്കും അവരുടേതായിട്ടുള്ള അജണ്ടകൾ കാണും ഏതൊരു വിഷയത്തിലാണെങ്കിലും. അതിനെപ്പറ്റിയൊന്നും ഞാൻ പ്രത്യേകിച്ച് നിങ്ങളോട് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. പിന്നെയും ഇച്ചിരി ഡീസൻ്റ് ആയിട്ടുള്ള കുറച്ച് ചാനൽസ് ഉണ്ട്. അവരിൽ നിന്ന് അവർ പറയുന്ന കുറച്ച് കാര്യങ്ങൾ കേട്ടിട്ട് എനിക്ക് നിങ്ങളോട് സംസാരിക്കണമെന്ന് തോന്നി. ഇപ്പോഴും അവർ പറയുന്നതെല്ലാം ഞാൻ മൊത്തത്തിൽ അങ്ങോട്ട് നമ്പുന്നില്ല. അങ്ങനെ നമ്പിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു പൊട്ടനായി പോകും. മൊത്തത്തിലൊന്നും വിശ്വസിക്കുന്നില്ല. പക്ഷേ ആ പെൺകുട്ടിയുടെ ഒരു ബന്ധു വന്നിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്ക് അതിൽ നിന്ന് തന്നെ തുടങ്ങാം, എന്നിട്ട് ബാക്കി കുറച്ച് കാര്യങ്ങളൊക്കെ. ഇന്ന് പല പല കാര്യങ്ങൾ ഈ ഒരു പെൺകുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് അറിയാൻ സാധിച്ചു. നിങ്ങളെ എല്ലാം ഞാൻ അറിയിക്കാം. സമാധാനത്തോടിരിക്കുക. ആദ്യമേ തന്നെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ കമൻറ്റ് ബോക്സിൻ്റെ അവിടെ ഹൈപ്പ് വീഡിയോ എന്ന് പറയുന്ന ഒരു സാധനം കാണും. അതിലും ഒന്ന് എല്ലാവരും ക്ലിക്ക് ചെയ്യാൻ ശ്രമിക്കുക. 2-3 ദിവസമായിട്ട് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട്. എത്രത്തോളം ദിവസം ഇനി മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഡീറ്റെയിൽസ് കിട്ടുന്നോ അത്രത്തോളം ദിവസം ഞാൻ ഈ കുട്ടിയുടെ വിഷയം സംസാരിക്കുക തന്നെ ചെയ്യും. കാരണം ഇവിടെ സിനിമാ നടിമാർക്കും സിനിമാ നടന്മാർക്കും മാത്രം നീതി കിട്ടിയാൽ മതിയോ? എൻ്റെ ഒരു സംശയമാണ്. മതിയോ? നാളെ എനിക്കോ നിനക്കോ ഒക്കെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമുക്കും വേണ്ടേ നീതി? നമുക്കും വേണ്ടേ? അപ്പം ആരെങ്കിലുമൊക്കെ നമുക്ക് വേണ്ടി സംസാരിക്കണ്ടേ? ആരെങ്കിലുമൊക്കെ വേണ്ടേ? അതിന് വേണ്ടിയിട്ട്, ആ പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ഈ വാർത്ത അല്ലെങ്കിൽ ഈ ഒരു വിഷ്വലിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ആ പെൺകുട്ടിയുടെ ഒരു ബന്ധു നമ്മളോട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. മരിച്ചുപോയ ചിത്രപ്രിയ എന്ന കുട്ടി എൻ്റെ വൈഫിൻ്റെ ചാച്ചൻ്റെ മകളാണ്. ആ കുട്ടി മരിക്കുന്ന ദിവസം ഞങ്ങളെല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. അന്ന് തൊട്ട് ഇന്നലെ വരെ ആ വീട്ടിൽ തന്നെയായിരുന്നു ഞങ്ങൾ ഉണ്ടായിരുന്നത്. കുട്ടിയെ കാണാതായപ്പോൾ തൊട്ട് തെരച്ചിൽ നടത്തുന്നതും പോലീസിൽ കേസ് കൊടുക്കുന്നതും അതിനെപ്പറ്റി ഒരുപാട് തവണ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങി ഫോളോ അപ്പ് ചെയ്തതൊക്കെ ഞങ്ങൾ തന്നെയാണ്. ഇന്നലെ വൈകുന്നേരത്തോടെയാണ് ചടങ്ങുകൾ ഇതെല്ലാം കഴിഞ്ഞത്. അപ്പം സോഷ്യൽ മീഡിയയിൽ ഞാൻ പിന്നെ കയറി നോക്കുമ്പോൾ കാണുന്നതൊക്കെ വളരെ മോശമായതും പിന്നെ ഈ മരിച്ചുപോയ കുട്ടിയുടെ മാതാപിതാക്കളെ പറ്റിയിട്ടും പറയുന്ന മോശമായ പല കമന്റ്സുകളും ഞങ്ങൾക്ക് കാണാൻ പറ്റി. അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു അപകടം നടന്നിട്ട് ആ വീട് ഇപ്പോഴും ഈ ഒരു ഷോക്കിൽ നിന്ന് കരകയറിയിട്ടില്ല. അവരിപ്പോഴും ആ കുടുംബം മൊത്തത്തിൽ ഭയങ്കര ഷോക്കിലാണ് നിൽക്കുന്നത്. പോലീസ് പുറത്തുവിട്ടിരിക്കുന്ന CCTV വിഷ്വൽസ് ആവട്ടെ, പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളിലും പല തരത്തിലുള്ള കളവുണ്ടായിട്ടുണ്ട്. പള്ളിയുടെ മുന്നിൽ വെച്ചിട്ടുള്ള 2 ബൈക്കിലൊക്കെയുള്ള വിഷ്വൽസിൽ അതിൽ നമ്മുടെ മരിച്ചുപോയ ചിത്രപ്രിയ അല്ല കാണിച്ചിരിക്കുന്നത്, അത് വേറെ ഏതോ ആൾക്കാരാണ്. ആദ്യം ആ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ആൾ ആരാണെന്ന് തപ്പിയിട്ട് അവരെന്തിനാണ് ഈ സമയത്ത് അവിടെ പോയതെന്നാണ് ചിന്തിക്കേണ്ടത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഓക്കെ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയിട്ടില്ല. അത് കിട്ടിയാലേ ബാക്കിയുള്ള ഡീറ്റെയിൽ അറിയുള്ളൂ. പിന്നെ ആ CCTV വിഷ്വൽസിലുള്ളത് അത് ചിത്രപ്രിയ ഒന്നും അല്ല, അത് ആരാണെന്ന് കണ്ടുപിടിക്കണമെന്നാണ് ബന്ധു പറയുന്നത്.
അവരെന്തിനാണ് ആ സമയത്ത് അവിടെ ചെന്നത്, ഇതുമൊക്കെ ഒന്ന് അന്വേഷിക്കണമെന്ന് പറയുന്നുണ്ട്. അതൊക്കെ പോലീസുകാർ അന്വേഷിക്കട്ടെ. പക്ഷെ ഇപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യം, പോലീസുകാർ പറഞ്ഞ് ഞാനൊന്നും കേട്ടില്ല കേട്ടോ. ചിലപ്പോൾ ഞാൻ കാണാതെ പോയതായിരിക്കാം. ഞാൻ വാർത്തകൾ നോക്കുമ്പോഴത്തേക്ക് മാധ്യമങ്ങൾ നമ്മളോട് പറയുകയാണ് പോലീസുകാർ അങ്ങനെ പറഞ്ഞു, പോലീസുകാർ ഇങ്ങനെ പറഞ്ഞു എന്നാണ് അവർ പറയുന്നത്. അവരായിട്ട് വന്ന് പറയുന്നത് കുറച്ച് മുമ്പ് ഒരു മാഡം സംസാരിക്കുന്നത്, ഒരു പോലീസ് ഉദ്യോഗസ്ഥ സംസാരിക്കുന്നതാണ് ഞാൻ കണ്ടത്. അതിന് മുമ്പ് ഞാൻ ഒന്നും കണ്ടിട്ടില്ല. ചിലപ്പോൾ എൻ്റെ തെറ്റായിരിക്കാം. അങ്ങനെ ഞാനിപ്പോൾ പറഞ്ഞ ആ ഒരു പോയിന്റ്, അല്ലെങ്കിൽ നേരത്തെയും സൂചിപ്പിച്ച ആ ഒരു പോയിന്റ് തെറ്റാണെങ്കിൽ എന്നോട് ക്ഷമിക്കുക. കാരണം എനിക്കൊരു സംശയമാണ്, പോലീസുകാരായിട്ടൊന്നും പറഞ്ഞിട്ടില്ല, മാധ്യമങ്ങൾ ഇങ്ങനെ തള്ളിത്തരുന്നതാണല്ലോ, പറയുന്നതെല്ലാം ശരിയാണോ എനിക്കറിയത്തില്ല. പോട്ടെ. ഇവിടെ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? ആ പയ്യൻ പറയുന്നത് കേട്ടല്ലോ, അവരെല്ലാവരും ആ പെൺകൊച്ചിൻ്റെ വീട്, ആ പെൺകുട്ടിയെ കാണാതായ സമയത്ത് ഇവരെല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. ഇവരെല്ലാവരും നല്ല രീതിയിൽ അന്വേഷിച്ചു. പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങി എന്നാണ് അവർ പറയുന്നത്. പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങി. ആ പെൺകുട്ടി ആ ജില്ല വിട്ടൊന്നും പുറത്തു പോയിട്ടില്ല. അവിടെ തന്നെ ആ പെൺകുട്ടിയുടെ വീടിൻ്റെ പരിസരത്തൊക്കെ തന്നെയായിട്ട് ഉണ്ടായിരുന്നു, ഇല്ലേ? എന്നിട്ട് എന്താണ് പ്രിയപ്പെട്ട പോലീസുകാരെ നിങ്ങൾക്ക് ആ പെൺകുട്ടിയെ കണ്ടെത്താൻ ഇത്രയും താമസിച്ചത്? ശനിയാഴ്ച കാണാതെ പോയി, ചൊവ്വാഴ്ച വൈകിട്ടല്ലേ അതിൻ്റെ മൃതദേഹം കണ്ടെടുക്കുന്നത്. അത്രയും ദിവസം നിങ്ങളുടെ ആ കാണാതായ വീടിൻ്റെ പരിസരത്ത് എവിടെയോ ഉണ്ടായിരുന്നു ആ പെൺകുട്ടി, അതിൻ്റെ ശരീരം അവിടെ ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ ഞങ്ങൾക്ക് എന്ത് സേഫ്റ്റിയായി നാട്ടിലുള്ളത്? എനിക്ക് അത്ര ചോദിക്കാനുള്ളൂ. എന്ത് സേഫ്റ്റിയാ പ്രിയപ്പെട്ടവരെ? നിങ്ങൾ പറ, നിങ്ങൾക്കും എനിക്കും ഒക്കെ എന്ത് സേഫ്റ്റിയായി നാട്ടിലുള്ളത്? ഈ വീഡിയോ പരമാവധി മൊത്തം നിങ്ങൾ കാണാൻ ശ്രമിക്കണേ. എനിക്ക് കുറച്ചധികം കാര്യങ്ങൾ പറയാനുണ്ട്. ഒരു സേഫ്റ്റി ഇല്ല. നാളെ എനിക്കും നിങ്ങൾക്കും ഒക്കെ പറ്റും ഇത്, മനസ്സിലായില്ലേ? പിന്നെ ആ പെൺകുട്ടി ആ രാത്രിയിൽ അവിടെ ആ എന്തിനാണ് ഒരു ആവശ്യമില്ലാത്ത ആ പെൺകുട്ടി ഇല്ലാത്ത ഒരു CCTV വിഷ്വൽ എടുത്തിട്ട് ദാ ആ പെങ്കൊച്ച് അവനുമായിട്ട് രാത്രിയിൽ പോകുന്നത് കണ്ടില്ലേ എന്നൊക്കെ ചൂണ്ടിക്കാണിക്കേണ്ട കാര്യം എന്താ? ഒരുപാട് പേര് ഇപ്പം ഈ പയ്യൻ പറയുന്നതാണ്, ആ കുടുംബത്തെയും ആ പെങ്കൊച്ചിനെയൊക്കെ വളരെ മോശമായിട്ട് പലരും പറയുന്നത് കണ്ടു. കമൻറ്റ് ബോക്സുകളിലെ പോട്ടെ, കമൻറ്റ് ബോക്സുകളിലെ ഞാൻ വിടുന്നു. വാർത്താ ചാനലുകൾ പോലും ഈ ന്യൂസ് റിപ്പോർട്ട് ചെയ്ത സമയത്ത് പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട്, പെൺകുട്ടി രാത്രി ഇറങ്ങിപ്പോയി അവൻ്റെ കൂടെ. അങ്ങനെ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. രാത്രി പോയി, അവക്ക് ഇവിടെ കാമുകനുണ്ടായിരുന്നു, പഠിച്ചോടത്ത് കാമുകനുണ്ടായിരുന്നു എന്നൊക്കെയാണ് ആ പയ്യൻ പറയുന്നത്. എടാ എന്തിനാടെ അങ്ങനെയൊക്കെ പറയുന്നത്? ഇവനൊരു സംശയരോഗിയാണ്. ഇവൻ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ പെൺകൊച്ചിന് വേറെ റിലേഷൻഷിപ്സ് ഉണ്ടായിരുന്നു എന്നിവൻ പറയുന്നുണ്ട്. അത് വളരെ നോർമലായിട്ട് അങ്ങ് പറഞ്ഞു വിടേണ്ട കാര്യത്തെ മാക്സിമം പഞ്ച് കൊടുത്ത് ആ പെൺകുട്ടി ബാംഗ്ലൂരിൽ പഠിക്കുന്നിടത്തുണ്ടായിരുന്നു ഒരു കാമുകൻ, നാട്ടിലവക്ക് വേറെ ബന്ധങ്ങളുണ്ടായിരുന്നു എന്നൊക്കെയാണ് അവൻ സംശയിക്കുന്നത്. എന്തിനാ ആ പെൺകൊച്ചിൻ്റെ മാനത്തെ വിൽക്കുന്നത് പോലെ എനിക്ക് തോന്നി ആ ഡയലോഗൊക്കെ അടിക്കുന്നത് കണ്ടപ്പോൾ. സീരിയസ്ലി വളരെ മോശം. നമുക്ക് ബാക്കി കേൾക്കാം. ഇതുവരെ കിട്ടിയിട്ടില്ല. എന്നിരുന്നാലും പോലീസുമായിട്ടുള്ള പല രീതിയിലുള്ള ചർച്ച നടത്തിയതിൻ്റെ പ്രകാരം ഞങ്ങൾക്ക് മനസ്സിലായ കാര്യം എന്ന് വെച്ചാൽ, ഈ കുട്ടി മരിച്ചത് ഏകദേശം 7 മണി 7, 8 മണി ടൈമിലാണ്, വൈകുന്നേരം ആണ് മരിച്ചേക്കുന്നത്. അന്ന് അവിടെ അയ്യപ്പൻ വിളക്ക് എന്നൊരു വിളക്ക് നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളെല്ലാവരും കാര്യങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ നോർമലായിട്ട് അവളും ആ ഒരു പരിപാടിയിലുണ്ടെന്നുള്ളൊരു വിചാരത്തിൽ നിൽക്കുകയായിരുന്നു. പക്ഷേ ഞങ്ങൾ അവളെ കണ്ടില്ല. അതിന്റെ ഭാഗമായിട്ടാണ് അന്ന് തന്നെ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തത്. രാത്രിയായിട്ടും പിന്നെ അവൾ വന്നില്ല എന്നുള്ള രീതിയിൽ ഞങ്ങൾ കംപ്ലൈന്റ് കൊടുത്തു. പല സ്ഥലത്തും പല രീതിയിലായിട്ട് ഞങ്ങൾ അന്വേഷിച്ചു. സൈബർ സെല്ലിൽ നിന്നും കിട്ടിയ വിവരപ്രകാരം പോലീസുകാരുടെ കൺഫർമേഷനോടുകൂടി മലയാറ്റൂർ പെട്രോൾ പമ്പിന്റെ ബേക്കിലുള്ള സ്ഥലത്ത് വെച്ചാണ് കുട്ടിയുടെ മൊബൈലിന്റെ നെറ്റ്വർക്ക് കണക്ഷൻ ലാസ്റ്റായിട്ട് കട്ടായത് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ആ ഏരിയയിലും അനുബന്ധ പ്രദേശങ്ങളിലും വീടുകളിലൊക്കെ തെരച്ചിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. എന്നിട്ടൊന്നും ഒരു തുമ്പും കിട്ടാത്തതിന്റെ പേരിൽ ഞങ്ങൾ വീണ്ടും പോലീസുകാരായിട്ട് പല തവണയായിട്ട് സ്റ്റേഷനിൽ കയറി കാര്യങ്ങൾ പറയുകയും അവരിൽ നിന്നുണ്ടായ റോങ് ഇൻഫർമേഷൻ വെച്ചിട്ട് ഞങ്ങൾ വീട്ടുകാരെല്ലാവരും പോലീസിൽ നിന്ന് കിട്ടിയ റോങ് ഇൻഫർമേഷൻ കേട്ടോണോ നിങ്ങൾ? ഞാനല്ല പറയുന്നത്, കേട്ടല്ലോ. പോലീസിൽ നിന്ന് കിട്ടിയ റോങ് ഇൻഫർമേഷൻ. പിന്നെ പോലീസുകാർക്കും ആ പെൺകുട്ടിയുടെ മറ്റേ മൊബൈൽ ടവർ ലൊക്കേഷൻ വെച്ച് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. പറയുന്നത് കേട്ടല്ലോ, കട്ടായി പോയായിരുന്നു, പെട്രോൾ പമ്പിന്റെ പുറകിൽ വെച്ച് കട്ടായി പോയിട്ടുണ്ടായിരുന്നു എന്നാണ് അവർ പറയുന്നത്. മനസ്സിലായില്ലേ? സോ അത് പറഞ്ഞ് നമ്മൾ പോലീസുകാരെ കുറ്റം പറയുന്നില്ല. പക്ഷെ എന്നാലും നമ്മളെക്കാട്ടിലും എന്തിനു ഇവരെ പോലീസുകാരായിട്ട് നിയമിച്ചിരിക്കുന്നത്? അന്വേഷിച്ച് കണ്ടുപിടിക്കാനുള്ള കഴിവുണ്ടാവുമെന്ന് കരുതിയിട്ടായിരിക്കുമല്ലോ, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടാണല്ലോ. എന്നിട്ട് കണ്ടുപിടിക്കാൻ എന്തേ പറ്റാഞ്ഞത്? പുറത്തോട്ടൊന്നും പോയില്ല കൊച്ച്. ബാക്കി കേൾക്കാം. തന്നെ കൂടുതൽ ദിവസങ്ങൾ അങ്ങനെ കൊണ്ടുപോവുകയാണ് ചെയ്തത്. കാരണം അവർ പറഞ്ഞത് പല ദിവസങ്ങളായിട്ട് പല വിഷ്വൽസിൽ അവർ അവിടെ കണ്ടു ഇവിടെ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ കരുതിയത് എന്താ വെച്ചാൽ ഈ കുട്ടി ഈ പറഞ്ഞ അലൻ എന്ന് പറഞ്ഞ വ്യക്തിയുമായിട്ട് ഒളിച്ചോടി പോവുകയാണ് കരുതിയിരുന്നത്. പക്ഷേ ഇവരുടെ ഈ തെറ്റായ ഇൻഫർമേഷൻ കാരണം ഞങ്ങൾക്ക് 3 ദിവസം പഴക്കം ചെന്ന ഒരു മൃതദേഹമാണ് ഞങ്ങൾക്ക് കിട്ടിയത്.
എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന പല വീഡിയോയും പല കമന്റ്സും എല്ലാം റോങ് ആണ്. CCTV വിഷ്വൽസിൽ ഒന്നിലും തന്നെ ഈ പറഞ്ഞ കുട്ടിയുടെ ഒരു ഫോട്ടോസോ ഒരു വിഷ്വൽസോ ഉണ്ടായിട്ടില്ല. അത് ഞാൻ ഉറപ്പിച്ച് പറയാൻ കാരണം എന്താ വെച്ചാൽ ഈ വിഷ്വൽസിലുള്ളതൊക്കെ 1:30 ഉണ്ടായ വീഡിയോസും 2 മണിക്ക് 3 മണിക്കൊക്കെ പുലർച്ചെയുള്ള വീഡിയോസാണ്. അതിലൊന്നും തന്നെ ഈ കുട്ടി ഉണ്ടായിട്ടില്ല. തെറ്റായ വാർത്തകളാണ് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ വിഷയങ്ങളിൽ കാര്യമായിട്ടുള്ള കാരണങ്ങൾ അറിയാതെ അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലും വരാതെ ഉള്ള ഈ സാഹചര്യത്തിൽ ദയവ് ചെയ്ത് നിങ്ങൾ ഇതുപോലെയുള്ള മോശം കമന്റുകളോ അല്ലെങ്കിൽ വേറൊരു കാര്യം ഇദ്ദേഹം പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? പോലീസുകാരോട് ഇവർ സംസാരിച്ചപ്പോൾ, ഈ ക്ലിപ്പിലല്ല കുറച്ച് മുമ്പേ ആണത് പറഞ്ഞത്, ഞാൻ ഇപ്പോഴാണത് ഓർത്തത്. അതായത് പോലീസുകാരോട് സംസാരിച്ചപ്പോൾ 7:30 ആ ഒരു സമയത്താണ് മരണം സംഭവിച്ചിരിക്കുക, ആ ഒരു സമയത്തായിരിക്കുമെന്ന് ഇവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ് ഈ പുള്ളി പറയുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം എൻ്റെ വീഡിയോയിൽ തന്നെ ഉണ്ട്, പോയി നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. പോലീസുകാർ പറഞ്ഞു എന്ന് പറഞ്ഞ് മാധ്യമങ്ങൾ പറഞ്ഞത് ഞായറാഴ്ച വെളുപ്പിനെ 1:30 ഈ പെൺകുട്ടി മരണപ്പെട്ടത് എന്നാണ്. അപ്പം പോലീസുകാർ മാധ്യമങ്ങളോട് പറഞ്ഞു എന്ന് പറഞ്ഞ് നമ്മളോട് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കണോ? അതോ ആ പെൺകുട്ടിയുടെ റിലേറ്റീവ് പോലീസുകാർ അവരോട് പറഞ്ഞു എന്ന് പറഞ്ഞ് അവർ നമ്മളോട് പറയുന്ന കാര്യം വിശ്വസിക്കണം? ഏതാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്? മാധ്യമങ്ങൾ തന്നെ ഇതിന് മറുപടി തരണം. ഏതാണ് ഞങ്ങൾ വിശ്വസിക്കേണ്ടത്? പോലീസുകാർ തന്നെ 2 കാര്യങ്ങൾ പറഞ്ഞോ? അതായത് മാധ്യമങ്ങളോടൊന്നും വീട്ടുകാരോടൊന്നും അങ്ങനെ എന്തിനാ അവർ പറയേണ്ട കാര്യം? എനിക്കറിയത്തില്ല. ഇനി അവരങ്ങനെയാണോ പറഞ്ഞത്, ഇനി ഇവരാരെങ്കിലും മാറ്റി പറയുന്നതാണോ നമുക്കറിയത്തില്ല. എന്താണെങ്കിലും ഒരുപാട് ദുരൂഹതകളാണ് ഈ പെൺകുട്ടിയുടെ മരണത്തിൽ. ആ CCTV എന്തിന്? ആ പെൺകുട്ടിയെ കണ്ടിട്ടില്ല രാത്രിയിൽ ആരുമെങ്കിൽ ഓക്കെ, പക്ഷേ ആ പെൺകുട്ടി അല്ല. എന്നിട്ട് ഏതോ ഒരു CCTV വിഷ്വലൊക്കെ എടുത്ത് ഇങ്ങനെ പുറത്തേക്ക് തട്ടേണ്ട കാര്യം എന്താണ്? അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമുണ്ടോ? അങ്ങനെ ആയിരിക്കുമോ? എൻ്റെ സംശയമാണ്. അത് ആ പെൺകുട്ടി ആവില്ലേ? നമുക്കറിയത്തില്ല. മുഖം ക്ലിയർ അല്ല, അല്ലെങ്കിൽ നമുക്ക് തപ്പിയിരുന്ന് നോക്കായിരുന്നു. ക്ലിയർ അല്ല മുഖം. പിന്നെ ഞാൻ ഒറ്റ കാര്യം ശ്രദ്ധിച്ചത്, ആ പെൺകുട്ടിയുടെ ബോഡി കാണിക്കുന്നുണ്ട്, ബ്ലർ ചെയ്താണെങ്കിലും ചെറുതായിട്ട് അവളുടെ ഡ്രസ്സ് ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതായത് മരണപ്പെട്ട് കിടക്കുന്ന സ്ഥലത്തു നിന്നുള്ള ഫോട്ടോ. പക്ഷേ അതിൽ കാണിക്കുന്ന ഡ്രസ്സും ഈ രാത്രിയിൽ CCTVയിലുള്ള നമ്മൾ എത്രയൊക്കെ നോക്കിയാലും നമുക്ക് കാണാൻ പറ്റുന്ന ഡ്രസ്സും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഉള്ള കാര്യം ഞാൻ പറയാം, ഒരു ബന്ധവും ഇല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ തപ്പാം, ഞാൻ നോക്കിയതാണ്, ബന്ധമില്ല. അങ്ങനെയാണെങ്കിൽ ആരാണ് ഇങ്ങനെ ഈ ആവശ്യമില്ലാത്ത ആ പെൺകുട്ടി ഇല്ലാത്തൊരു CCTV വിഷ്വലിൻ്റെ പുറകിൽ എന്തിനത് പുറത്തു വിട്ടു? എന്തിനാരെങ്കിലും സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ? നമുക്കറിയത്തില്ല. സ്ത്രീകൾക്ക് വേണ്ടി പോരാടുന്നവരൊക്കെ ഒരുപാടുണ്ടല്ലോ, ഇറങ്ങൂ. സിനിമാ നടിമാർക്ക് വേണ്ടി ചെയ്തോ, അവർക്കൊക്കെ വേണ്ടി ചെയ്തോ, വേണ്ടാന്നല്ല ഞാൻ പറയുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ സാധാരണക്കാരന് വേണ്ടിയിട്ടും ആരെങ്കിലും കൂടെയൊക്കെ ഇറങ്ങണേ, ഒന്നിറങ്ങ്, ഇട്ട് അപരാധിക്കുക. ഇനി വേറൊരു ന്യൂസ് കുറച്ച് മുമ്പ് ഞാൻ കണ്ടത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾ ഞെട്ടും അത് കേട്ട് കഴിഞ്ഞാൽ. അതിനകത്ത് പറയുന്ന പല കാര്യങ്ങളും, ഈ പെൺകുട്ടിയുടെ കാമുകനാണ് ഇവർ തമ്മിൽ റിലേഷനിലുണ്ടായിരുന്നു എന്ന് വരെ മാധ്യമങ്ങൾ പറഞ്ഞിറക്കി. കുറച്ചു മുമ്പ് ഞാൻ വാർത്തയിൽ അറിയുന്നത് ഈ പെങ്കൊച്ചു ഇവനുമായിട്ട് വലിയ ബന്ധമൊന്നും ഇല്ല, ഇവൻ പണ്ട് തൊട്ടേ ഈ പെങ്കൊച്ചിൻ്റെ പുറകെ നടക്കുന്ന, അത്രേ ഉള്ളൂ. ഇവനും ഈ പെൺകുട്ടിയായിട്ട് റിലേഷനൊന്നും ഇല്ല, മനസ്സിലായില്ലേ? പിന്നെ അവളുടെ ഫോണിൽ വേറൊരുത്തരായിട്ടുള്ള ഫോട്ടോ കണ്ടുകൊണ്ടാണ് എനിക്ക് കലിപ്പ് കയറി തലയടിച്ച് അങ്ങനെയൊക്കെയല്ലേ അവൻ പറഞ്ഞത്. അവനുമായിട്ട് എന്തെങ്കിലും ബന്ധം ഉണ്ടെങ്കിലല്ലേ അവൻ അത്രയും കലിപ്പുകാരുടെ കാര്യമുള്ളൂ. ഇവൻ പുറകെ നടന്നു, ആ പെങ്കൊച്ച് അടുപ്പിച്ചിട്ടില്ല ഇവനെ, മനസ്സിലായില്ലേ? ഇനിയിപ്പോൾ അവൾക്ക് വേറൊരു ബോയ് ഫ്രണ്ട് ഉണ്ടെങ്കിൽ, അവൾ പഠിക്കുന്നിടത്തുണ്ടെങ്കിൽ, അവനുമായിട്ടുള്ള ഫോട്ടോ അവളുടെ ഫോണിൽ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും എന്താ കുഴപ്പം? അവൾ നീറ്റല്ലേ, അവൾക്ക് ഒരു റിലേഷനും ഉണ്ടായിരുന്നായിരിക്കുള്ളൂ ആ ബാംഗ്ലൂരുള്ള. ഇവൻ പുറകെ നടന്നത് അവളുടെ ശല്യം ചെയ്ത്. അപ്പോൾ കുറേ പേര് ചോദിക്കും, പിന്നെ എന്തിനാ രാത്രി ഇറങ്ങിപ്പോയെന്ന് ഇവൻ്റെ കൂടെ? ഇവൻ്റെ ശല്യം സഹിക്കാൻ വയ്യാതെ കുറേ ആയി ആ കൊച്ചു ജീവിക്കുന്നു, മനസ്സിലായില്ലേ? ലാസ്റ്റ് അത് പറഞ്ഞു തീർക്കാം ഓക്കെ എന്ന് പറഞ്ഞാണ് ഇവൻ വന്ന് വിളിക്കുന്നത്. എങ്ങനെയെങ്കിലും തലേന്ന് ഒഴിവാക്കാന്ന് വിചാരിച്ചിട്ടായിരിക്കും അവൾ കൂടെ പോയത്, മനസ്സിലായില്ലേ? അതും ഒരുപാട് പാതിരാത്രി ഒന്നും ആയില്ലടേ. പോലീസുകാർ വീട്ടുകാരോട് പറഞ്ഞ് 7:30 മരിച്ചു എന്ന്. അപ്പം അതിന് മുമ്പായിരിക്കത്തില്ലേ പോയത്? വല്ല സന്ധ്യാസമയത്തും ആയിരിക്കത്തില്ലേ പോയത്? അപ്പോഴും സ്ത്രീകൾക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല എന്നാണോ ചേട്ടന്മാരെ നിങ്ങളൊക്കെ പറയുന്നത്? എനിക്കറിയാൻ പാടില്ല. എന്താണെങ്കിലും ഈ വാർത്ത നിങ്ങളൊന്ന് കേൾക്കൂ, എന്നിട്ട് നമുക്ക് ബാക്കി ഇനി സംസാരിക്കാം. മലയാറ്റൂരിലെ 19 വയസ്സുകാരി ചിത്രപ്രിയയെ ആൺസുഹൃത്ത് അലൻ തലക്കടിച്ച് കൊന്നത് കൃത്യമായ ആസൂത്രണത്തോടെയെന്ന് പോലീസ്. പെൺകുട്ടിക്ക് ലഹരി നൽകിയായിരുന്നു കൊലപാതകമെന്നും സംശയമുണ്ട്. കൊലയ്ക്ക് മുൻപ് ഇരുവർക്കുമിടയിൽ രൂക്ഷമായ തർക്കമുണ്ടായതായും പോലീസ് പറയുന്നു. നേരത്തെ മുതലേ ശല്യം ചെയ്ത അലനെ പെൺകുട്ടി അകറ്റി നിർത്തിയിരുന്നതായി ബന്ധുക്കൾ പറഞ്ഞു. സ്കൂൾ പഠനകാലത്തെ ചിത്രപ്രിയയെ അറിയാമായിരുന്നു അലന്. അടുക്കാൻ ശ്രമിച്ചപ്പോഴൊക്കെ അലനെ പെൺകുട്ടി അകറ്റി നിർത്തി. മികച്ച വോളിബോൾ പ്ലെയറായ ചിത്രപ്രിയ പിന്നീട് കോലഞ്ചേരിയിലെ സ്കൂളിലേക്ക് മാറി. അപ്പോഴും അലൻ പിന്തുടർന്നു.
ഒടുവിൽ ബംഗളൂരുവിൽ പഠനത്തിന് ചേർന്നപ്പോഴും അലൻ ഫോൺ വിളി തുടർന്നു. ബ്ലേഡ് കൊണ്ട് കയ്യിൽ ചിത്രപ്രിയയുടെ പേര് വരഞ്ഞിട്ടു. ശല്യം സഹിക്കവയ്യാതെ ചിത്രപ്രിയ താക്കീത് ചെയ്തതോടെ അലൻ പ്രകോപിതനായെന്ന് പോലീസ്. നാട്ടിലെത്തിയ പെൺകുട്ടിയെ എല്ലാം പറഞ്ഞു തീർക്കാമെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് ശനിയാഴ്ച ബൈക്കിൽ കയറ്റി കൊണ്ടുപോയത്. വീട്ടുകാർ എതിർക്കുമെന്നതിനാൽ ആരോടും പറയാതെ ചിത്രപ്രിയ അലനൊപ്പം പോയി. മലയാറ്റൂരിലെ നക്ഷത്ര തടാകത്തിനടുത്ത് ഇരുവരും തർക്കിക്കുന്നതായി ചിലർ കണ്ടെന്നും പോലീസ് സൂചന നൽകി. അവിടെ നിന്നാണ് കൊല നടന്ന സെബിയൂർ കുരപ്പള്ളി കയറ്റത്തിലേക്ക് പെൺകുട്ടിയെ കൊണ്ടുപോയത്. പെൺകുട്ടിക്ക് ലഹരി നൽകിയായിരുന്നു കൊലപാതകമെന്ന് ബന്ധുക്കൾ സംശയിക്കുന്നു. ഒറ്റപ്പെട്ട സ്ഥലമായതിനാൽ ചിത്രപ്രിയ നിലവിളിച്ചിട്ടും ആരും കേട്ടില്ല. കല്ലുകൊണ്ട് തലയ്ക്ക് പിന്നിൽ ചെവിക്കരികിൽ ഇടിക്കുകയായിരുന്നു. ശക്തമായ ഇടിയിൽ പെൺകുട്ടി ബോധമറ്റ് വീണതോടെ അലൻ ഓടി രക്ഷപ്പെട്ടു. ആ സമയം നാട് മുഴുവൻ ചിത്രപ്രിയയ്ക്കായുള്ള തെരച്ചിലായിരുന്നു. അലനെയും പോലീസ് ചോദ്യം ചെയ്തെങ്കിലും തനിക്ക് അറിയില്ലെന്ന് പറഞ്ഞതോടെ വിട്ടയച്ചു. ചൊവ്വാഴ്ച വൈകിട്ട് ചിത്രപ്രിയയുടെ മൃതദേഹം കണ്ടതോടെയാണ് വീണ്ടും അലനിലേക്ക് പോലീസ് എത്തിയത്. കസ്റ്റഡിയിലെടുത്തുള്ള ചോദ്യം ചെയ്യലിൽ താൻ കൊല്ലാൻ തന്നെയാണ് ചിത്രപ്രിയയെ ബൈക്കിൽ കയറ്റി കൊണ്ടുപോയതെന്ന് പ്രതി സമ്മതിച്ചതായി പോലീസ്. ഫോൺ പരിശോധിച്ചതിൽ നിന്ന് ഇരുവർക്കുമിടയിൽ രൂക്ഷമായ തർക്കം നിലനിന്നിരുന്നതായി വ്യക്തമായി. കുറച്ച് CCTV-കളും കുട്ടിയുടെ ബാക്കിയുള്ള ഫ്രണ്ട്സിന്റെ ബാക്കി നമുക്ക് കേൾക്കാം. ആ പോലീസ് ഉദ്യോഗസ്ഥ പറയുന്നത് നമുക്ക് കേൾക്കാം. ഇന്നാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥ വീണ്ടും പറയുന്നു ഞാൻ കേൾക്കുന്നത്. കഥ കേട്ടല്ലോ. അലന്റെയും ചിത്രപ്രിയ എന്ന 19 വയസ്സുകാരിയുടെയും കഥ നിങ്ങൾ കേട്ടല്ലോ. ഇവിടെ എവിടെയെങ്കിലും പറയുന്നുണ്ടോ അവർ തമ്മിൽ പ്രണയത്തിലായിരുന്നു എന്ന്? ഇല്ല. അവൻ പുറകെ നടക്കുമായിരുന്നു. ആ പെൺകൊച്ചിൻ്റെ ഒരു പെൺകുട്ടിയോട് ഇഷ്ടം തോന്നുന്നതും പുറകെ നടക്കുന്നതൊന്നും അത്ര വലിയ കാര്യമൊന്നുമില്ല, നടന്നു. പക്ഷെ അവൾക്ക് ഇഷ്ടമല്ല എങ്കിൽ ഓക്കെ, ടാറ്റ ബേബി പറഞ്ഞ് പോകണം. അതിന് പകരം അതിൻ്റെ പുറകെ നടന്ന് അതിനെ ബൈക്കിൽ കൊണ്ടുപോയത് പോലും കൊല്ലണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയായിരുന്നു അവൻ. എന്നവൻ പോലീസിനോട് സമ്മതിച്ചു കഴിഞ്ഞു. എന്നിട്ടും എന്തിനാടാ? കുറെ ചെറ്റകളുണ്ട് ആ പെങ്കൊച്ചിനെ കമൻറ്റ് ബോക്സിലിട്ട് അപരാധിക്കുന്നവർ. എന്തിനാ എനിക്കത് മനസ്സിലാവാത്തേ. അവൾ വീട്ടുകാരോട് പറഞ്ഞില്ല, തെറ്റാണ്. അവൾ വീട്ടുകാരോട് പറയാതാണ് പോയത്. എങ്ങനെയെങ്കിലും ഈ പണ്ടാരത്തിൻ്റെ ശല്യം അങ്ങ് ഒഴിവാക്കാന്ന് വിചാരിച്ചായിരിക്കും അവൾ പോയത്. മനസ്സിലായില്ലേ? സ്ഥിരം വീട്ടുകാരോട് പറഞ്ഞിട്ടുണ്ട് ഇവൻ സ്ഥിരം ഇങ്ങനെ ശല്യമാണ് ഇവനെന്ന്. എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ കുറേ പേര് ചോദിക്കും പോലീസ് കേസ് കൊടുത്തൂടെ എന്ന്. എടേ ആ കൊച്ച് മരിച്ചു എന്നിട്ട് ഇവിടെ കൃത്യമായിട്ടൊന്നും നടക്കുന്നില്ല. ഇന്നിപ്പോൾ കേൾക്കുന്ന കഥ കണ്ടല്ലോ നിങ്ങൾ. അപ്പോഴാണോ അവൻ എന്നെ ശല്യം ചെയ്യുന്നു പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ? അതും ആ കൊച്ച് വേറെ സ്ഥലത്ത് അവൾ പഠിക്കുകയായിരുന്നു. ഈ വള്ളിയുടെ പുറകെ വേണ്ടല്ലോ എന്ന് വിചാരിച്ചായിരിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇതുപോലുള്ള ഇവനെയൊക്കെ പെഡലി അടിച്ച് വേണം പൊട്ടിക്കാൻ. ഇവനെയൊക്കെ വളർത്തിയവനെ വേണം വല്ലതും പറയാൻ വിളിച്ച്. അല്ലാതെ ആ പെൺകൊച്ചിനെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാ? എന്തിനാ? ഒന്നാമത് ആ വീട് മൊത്തത്തിൽ തകർന്നിരിക്കുമായിരിക്കും. അതിൻ്റെ ഇടയ്ക്ക് ആ പെൺകൊച്ചിൻ്റെ ചരിത്രം അതിൻ്റെ മാനത്തെ ഇട്ട് വലിച്ച് കീറാനാണ് സോഷ്യൽ മീഡിയയിലിട്ട്. വളരെ മോശം അത്. ഇനി ഈ മാഡം പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. കോൺടാക്ട് ഡീറ്റെയിൽസും ഫോണും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സയന്റിഫിക് എക്സാമിനേഷനും സാമ്പിൾസ് ഒക്കെ ഫോറൻസിക് എക്സാമിനേഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് വരുന്ന മുറയ്ക്ക് ഈ ഇൻവെസ്റ്റിഗേഷൻ്റെ ഫർദർ എന്താ കാര്യങ്ങളൊക്കെ ഉണ്ട്, വേറെ ആരെങ്കിലും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ, ബാക്കി എന്തെങ്കിലും തെളിവുകളുണ്ടോ എന്നെല്ലാം നോക്കുന്നുണ്ട്. സംഭവത്തിൽ കൂടുതൽ പ്രതികളില്ലെന്ന് പോലീസ് പറയുമ്പോഴും കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ കുടുംബത്തിന്റെ സംശയം അവശേഷിക്കുകയാണ്. മൃതദേഹത്തിനരികിൽ നിന്ന് ലഭിച്ച വാച്ചിലാണ് ദുരൂഹത. വാച്ച് അലന്റെയോ കൊല്ലപ്പെട്ട പെൺകുട്ടിയുടേതോ അല്ല. റിമാൻഡിലുള്ള അലനായി അടുത്ത ദിവസം തന്നെ പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകും. തെളിവെടുപ്പും അന്ന് തന്നെ പൂർത്തിയാക്കുകയാണ് ലക്ഷ്യം. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. അപ്പോൾ കഥ അങ്ങനെയാണ്. ആ പെൺകുട്ടി മരിച്ച് കിടന്നിടത്തു നിന്ന് ഒരു വാച്ച് കിട്ടിയിട്ടുണ്ട്. അത് ആ പെൺകുട്ടിയുടെയും അല്ല, ഈ നാറിയുടെ അല്ല. പിന്നെ അതാരുടെ? ഇവൻ ഒറ്റയ്ക്കാണോ? എന്തായാലും ഇവൻ അതിനകത്ത് പങ്കുണ്ട് ആ കൃത്യത്തിൽ. പക്ഷേ അവൻ്റെ കൂടെ ആരെങ്കിലും ഇവനെ സഹായിക്കാനുണ്ടായിരുന്നോ? അത് മാത്രം ഇനി പ്രൂവ് ചെയ്താൽ മതി. പിന്നെ ഈ ലഹരി കൊടുത്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നതൊക്കെ പോസ്റ്റ്മോർട്ടം വന്നാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇനി വേറെ ഏതെങ്കിലും രീതിയിൽ ആ പെൺകുട്ടിയെ നാറികൾ ഉപദ്രവിച്ചിട്ടുണ്ടോന്നൊന്നും നമുക്കറിയത്തില്ല. മനസ്സിലായില്ലേ? എന്തൊക്കെയാണെങ്കിലും തെളിയട്ടെ. ഇവനൊക്കെ നല്ല ശിക്ഷ കിട്ടണം, അത്രേ എനിക്ക് ആഗ്രഹമുള്ളൂ. പക്ഷേ ഈ പോലീസുകാരുടെ ഇടപെടലും ഇപ്പം ഈ മൊത്തത്തിൽ ഈ ഒരു പരിപാടി നടക്കുന്ന കാണുമ്പോഴത്തേക്ക് ആരോ ഇവനെ സേവ് ചെയ്യാനൊക്കെ നോക്കുന്നുണ്ട്. കൂടിപ്പോയാൽ 10-12 വർഷം അകത്തിട്ടിട്ട് പുറത്തു വിടാനുള്ള ആ ഒരു മോഡിലേക്കാണ് ഇത് പോകുന്നത്. എന്തിനാ അങ്ങനെയൊക്കെ? 10-21 വയസ്സേ ഉള്ളൂ. 33-34 വയസ്സാകുമ്പോൾ ഇവൻ പുറത്തിറങ്ങി കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും ഒരുത്തേക്ക് കെട്ടി ഇവൻ്റെ ജീവിതം സുഖമാക്കും. പോയപ്പോൾ ആർക്ക് പോയി? ആ പെങ്കൊച്ചിന് പോയി. എന്തിന് പോയി അവളുടെ ജീവിതം? അവൾക്ക് ഒരുത്തം പുറകെ നടന്ന് ഇട്ടമാന്ന് പറഞ്ഞപ്പം താല്പര്യമില്ല എന്ന് പറഞ്ഞതിന്. എന്ത് കഷ്ടമാണ് ഈ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ആ പെൺകുട്ടിക്ക് നീതി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട് ഇവിടെ? എനിക്കറിയത്തില്ല. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആഗ്രഹമുണ്ട്. ചില വീഡിയോകൾ നമ്മൾ ചെയ്യുന്നത് നിങ്ങൾക്കറിയാം, യൂട്യൂബിൽ റീച്ച് കിട്ടി ഇച്ചിരി പൈസ എന്തെങ്കിലും കിട്ടണമെന്നുള്ള ആഗ്രഹത്തില്ല. ചില വീഡിയോകൾ നമ്മൾ അതൊന്നും അല്ലാതെ നമ്മുടെ മനസ്സിൽ തട്ടി ചെയ്യും.
അങ്ങനെ ഒരു വീഡിയോ ആണിത്. എനിക്ക് അത്രേ പറയാനുള്ളൂ. ആ പെൺകുട്ടിക്ക് നീതി കിട്ടണമെന്നൊരു ആഗ്രഹം എനിക്കുണ്ട്. ഇവിടെ പോലീസുകാർ പറയുന്നതാണോ പത്രക്കാർ പറയുന്നതാണോ ശരി എന്ന് എനിക്ക് അറിയത്തില്ല. എന്താണെങ്കിലും എല്ലാം കൂടെ കാണുമ്പോൾ നമുക്ക് പല സംശയങ്ങളുണ്ട്, നമ്മളത് പറയുന്നുമുണ്ട്. ആ വാച്ച് വെറുതെ എന്തായാലും ഒരു വാച്ചൊന്നും അവിടെ വരത്തില്ല, മനസ്സിലായില്ലേ? ഈ പെൺകുട്ടിയുടെ മരണത്തിന് ശേഷം അവിടെ ആരെങ്കിലും പോയി നിന്നിട്ട് അവൻ്റെ കയ്യിൽ നിന്ന് വാച്ച് വീണ് പോയതാണെങ്കിൽ അങ്ങനൊന്നും ആരും പറഞ്ഞിട്ട് വരല്ലേ. പോലീസുകാർ അങ്ങനെയാണെങ്കിൽ നേരത്തെ ആ കൊച്ചിൻ്റെ കിട്ടിയാനെ ഇല്ലേ? ഞാൻ ഈ പറഞ്ഞ മൊത്തം എൻ്റെ അഭിപ്രായങ്ങളാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പ്രിയപ്പെട്ടവരെ 10 പേര് വീഡിയോ അത്രയും പേരെ കണ്ടിട്ടുള്ളെങ്കിലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ പറയണേ. എന്താ ഈ നാട്ടിൽ നടക്കുന്നത്? വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ ബിയോണ്ട്.